Hello friends, welcome to channel. 𝙑𝙠𝙗𝙬𝙧𝙪 എൻ്റെ പേര് അജയ്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ കുറേ പേർക്ക് ഈ സംശയം ആയിരിക്കും നമ്മുടെ വീട്ടിൽ ശരിക്കും എത്ര Mbps നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വേണമെന്ന്. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടാണ് ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എത്ര വാസ്റ്റായിട്ട് ഏരിയയിലൊക്കെ ആയിട്ട് ഫേമസ് ആയതും പോപ്പുലർ ആയതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഫൈബർ കയറി പിടിച്ചത്. അതിന് മുമ്പ് ഫൈബർ ഉണ്ടായിരുന്നു, പക്ഷേ അതും മെയിൻലി ബിസിനസ് പർപ്പസുകാർക്കൊക്കെയാണ് BSNL കൊടുക്കുന്നുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ശരിക്കും കൺസ്യൂമേഴ്സ്, നോർമൽ കൺസ്യൂമേഴ്സ്, ഹോം കൺസ്യൂമേഴ്സൊന്നും കൊടുക്കേണ്ടായിരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഭയങ്കര എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം നോർമൽ നമ്മുടെ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ പ്ലാൻസുകളും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും അതിനായിട്ടും കുറഞ്ഞിട്ട് പ്ലാൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫൈബർ കണക്ഷൻ ഭയങ്കര ക്ലിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രോഡ്ബാൻഡാണ്. അതും ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡാണ്. അപ്പോൾ അത് നിങ്ങൾക്കെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈബർ കണക്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താ നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും. നമ്മുടെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും സെയിം ആയിട്ട് കിട്ടും. ഇപ്പോൾ നോർമൽ നമ്മുടെ മറ്റേലൊക്കെ നമുക്കിപ്പോൾ 10 Mbps പ്ലാനാണെന്ന് പറഞ്ഞാൽ നോർമൽ 10 Mbps കിട്ടാറില്ല. എന്നാലും ആ ഏരിയയിലൊക്കെ വന്ന് പോയി. പക്ഷേ അപ്ലോഡ് സ്പീഡ് അതിൻ്റെ 1%-2% പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആയിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അപ്ലോഡ് സ്പീഡ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡൗൺലോഡ് മാത്രം പോരാ. ശരിക്കും അതിന് വേണ്ടത് അപ്ലോഡാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഭവം അപ്ലോഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം, സെർവറിലേക്ക് പോയിട്ട് വേണം അവർക്ക് കിട്ടാൻ. അപ്പോൾ ആ പരിപാടി നമുക്ക് അപ്ലോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേ പേർക്ക് സംശയമായിരിക്കും നമുക്ക് ഒരു വീട്ടിൽ വർക്ക് ഫ്രം ഹോമും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ എത്ര സ്പീഡിൻ്റെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം എന്ന് വെച്ചാൽ എനിക്ക് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ച്. നമ്മൾ പുതിയ ഇപ്പോൾ BSNL കണക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര സ്പീഡിന് എടുത്താൽ നമുക്ക് ഇപ്പോൾ നോർമൽ നമ്മുടെ ബേസിക് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 4K വീഡിയോസ് നമ്മുടെ TV-യിൽ വർക്ക് ചെയ്യുമോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ ഇപ്പോൾ ഈ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കമൻറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാത്തും കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വേറെ സംശയങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മളപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ട. ജസ്റ്റ് ലിങ്ക് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ് പേജിലെത്തുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ എത്ര സ്പീഡിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്നുള്ളൊരു ചോദ്യമാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഒരു സർവേ എടുത്ത സ്ഥിതിക്ക് ഒരു സർവേ നമ്മളിപ്പോൾ US-ലും UK-ലൊക്കെ കൂടിയിട്ട് ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കറക്റ്റ് സൈറ്റിൻ്റെ പേരുണ്ടായിരുന്നു, അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല കറക്റ്റായിട്ട്. എന്തോ internetreview.org അങ്ങനെ എന്തോ സംഭവം സൈറ്റ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് മിനിമം ഇൻ്റർനെറ്റ് കണക്ഷൻ സ്പീഡ് ഇന്ത്യയിൽ പറഞ്ഞിട്ടാ 10 Mbps വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിമം. അതായത് പിന്നെ മാക്സിമം ഒരു 50 Mbps സ്പീഡ് വേണമെന്നാണ് പറയുന്നത്. വെച്ചാൽ മിനിമം നമുക്ക് 10 Mbps എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി മീറ്റിംഗ്, സൂം മീറ്റിംഗ്, അതുപോലെ ഗൂഗിൾ മീറ്റിംഗ് ആയാലും അതുപോലെ എന്ത് സംഭവങ്ങളൊക്കെ ആയാലും മീറ്റിംഗ് പർപ്പസിലൊക്കെ ആയാലും നമുക്ക് ഈ 10 Mbps പ്ലാൻ മതിയാവൂട്ടാ. പക്ഷേ വേറൊരു കാര്യം വരുന്നത് നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാർ യൂസ് ചെയ്യില്ല. എന്തായാലും വീട്ടിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേജിൽ നമുക്ക് അപ്പുറത്തെ ആൾ വീഡിയോസ് ചിലപ്പോൾ 4K വീഡിയോസ് കാണണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് 10 Mbps ചിലപ്പോൾ കുറച്ച് പണിയായിട്ട് വരും. എന്താ വെച്ചാൽ ചിലപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ബാൻഡ് വിത്ത് കുറയും. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് 4K വീഡിയോസും TV ഒക്കെ കാണുമ്പോൾ എന്തായാലും ബാൻഡ് വിത്ത് കുറയും. അപ്പോൾ നമുക്ക് മിനിമം നമ്മൾ പറയുന്നത് 50 Mbps പ്ലാൻ എടുക്കാനാണ്, അല്ലെങ്കിൽ 30 Mbps. ഇപ്പോൾ BSNL കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കൊടുക്കുന്നത് 30 Mbps ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസേജ് അനുസരിച്ച് നിങ്ങൾ ഈ പ്ലാൻ എടുക്കുക. 399 499 ഒക്കെ 449 ഒക്കെ 30 Mbps പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കുറേ പേര് എന്തായാലും വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് ആയിരിക്കും എടുക്കേണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹൈ യൂസേജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈം യൂസേജ് ഹൈ യൂസേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബേസിക് പ്ലാൻ എടുക്കാണ്ടിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ മിനിമം ഒരു നമ്മുടെ 599 പ്ലാൻ അങ്ങനെ വേണ്ടി വരും 60 Mbps. അല്ലാണ്ടല്ലാത്തവർക്ക് 499 അല്ലെങ്കിൽ 399 പ്ലാനൊക്കെ ധാരാളമാണ്. എന്ന് വെച്ചാൽ അതിലും നമുക്ക് ഈ 4K വീഡിയോസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും TV-യിൽ. പക്ഷേ മൾട്ടിപ്പിൾ യൂസേജിൽ നമുക്ക് ഇതേപോലത്തെ ബാൻഡ് വിത്ത് യൂസേജ് വരാണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 3 വീഡിയോസിൽ നമ്മൾ 4K വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ TV കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 30 Mbps പ്ലാൻ പണി കിട്ടും. പക്ഷേ എന്തായാലും നമ്മൾ ഫൈബർ കണക്ഷനിൽ അങ്ങനെ കുഴപ്പം വരില്ല. ബാൻഡ് വിത്ത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഈ ഫൈബറിൻ്റെ ഒരു പ്രത്യേകത തന്നെ. ബാൻഡ് വിത്ത് അത്ര പെട്ടെന്നൊന്നും കുറയില്ല. അപ്പോൾ ഈ ഹൈ യൂസേജിന് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ 599 പ്ലാൻ തന്നെയാണ്.
60 MB/s പ്ലാനാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതേപോലെ ഡൗൺലോഡ് ചെയ്യാനാവുള്ളൂ. അധികം നടക്കുന്നില്ലെങ്കിലും അപ്ലോഡിംഗ് ആണ് മെയിൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് 60 MB/s പ്ലാൻ നമുക്കൊരു 1 GB ഫയലൊക്കെ നമുക്ക് ഒരു 5 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ TV ആണെങ്കിൽ നമ്മൾ 1080pയിലും 4K വീഡിയോസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിനും പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മുടെ പ്രൈം, ഹോട്ട്സ്റ്റാർ കാര്യങ്ങൾ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ 1080p അല്ലെങ്കിൽ 4Kയിൽ കിട്ടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ലാഗും കാര്യങ്ങളും വരാറില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യാറുണ്ട്. അതും മൾട്ടിപ്പിൾ യൂസേജ് ആണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ ആൾക്കാരും 2 പേര് വർക്ക് ചെയ്യും. വർക്ക് ഫ്രം ഹോം ഉണ്ട്. എൻ്റെ വൈഫും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ആളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഫക്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊരു നമ്മുടെ ബേസൽ ഫൈബറിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ 599 പ്ലാനാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് യൂസേജും പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് 60 MB/s ഒക്കെ ധാരാളം സത്യം പറഞ്ഞാൽ വീട്ടിൽ. പിന്നെ ഭയങ്കര ഹൈ എൻഡ് യൂസേജ് ഒക്കെ വരുന്നവർക്ക് മാത്രമേ 100 MB/s പ്ലാനൊക്കെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. ശരിക്കും വീട്ടിൽ ഹോം വർക്ക് ഫ്രം ഹോം ഡീറ്റെയിൽസിനൊന്നും നമുക്ക് 100 MB/s പ്ലാൻ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഹൈ യൂസേജ് വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഹൈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിലോ എഡിറ്റേഴ്സ് സംഭവങ്ങളോ അപ്പോൾ എന്തെങ്കിലും ഭയങ്കര എന്താ ഒരു 10 GB ഫയലോ 20 GB ഫയലൊക്കെ നമുക്കിപ്പോൾ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 100 MB/s പ്ലാനിലേക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വലിയ കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 599 പ്ലാനാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ ബേസിക്കലി മോസ്റ്റ്ലി എല്ലാവർക്കും ഇപ്പോൾ 399, 499 പ്ലാനും 599 പ്ലാനും തന്നെയാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 599 പ്ലാനും 449 പ്ലാനും 399 പ്ലാനും അത്യാവശ്യം ഭയങ്കര ക്ലിക്കായിട്ട് വന്നത്. ഈ 599 പ്ലാൻ ക്ലിക്കായതിനു ശേഷമാണ് BSNL അതിനായിട്ടും കുറഞ്ഞ പ്ലാനായിട്ടുള്ള 449 അതുപോലെ 399 പ്ലാനും വന്നിട്ടാ. ഞാൻ നേരത്തെ 499 ആണോ പറഞ്ഞത്? 499 അല്ല കേട്ടോ, 449 ആണ്. അപ്പോൾ ഈ പ്ലാൻസുകളൊക്കെ ഇറക്കിയത്. അപ്പോൾ ഈ ആദ്യത്തെ ഈ 3 പ്ലാനുകളാണ് ഭയങ്കര ക്ലിക്കായിട്ട് പോകുന്നത്. ഭയങ്കര ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാനുകളും. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും 599 449 399 പ്ലാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. നോർമൽ യൂസേജ് ചുമ്മാ TV കാണാനോ അല്ലെങ്കിൽ മൊബൈൽ യൂസേജിനോ ലാപ്ടോപ്പ് യൂസേജിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 399 499 ഒക്കെ ധാരാളമാണ് കേട്ടോ. മിനിമം 499 പ്ലാൻ എടുക്കുമായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ MB ഡയറക്റ്റ് GB കൂടുതലുണ്ട്. അത്യാവശ്യം യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ 399 പ്ലാനൊക്കെ മതി. പിന്നെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമും മൾട്ടിപ്പിൾ യൂസേഴ്സ് വർക്ക് ഫ്രം ഹോമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ മൾട്ടിപ്പിൾ യൂസേജ് മൾട്ടിപ്പിൾ TVs ഒക്കെ ഉണ്ടെങ്കിൽ സ്മാർട്ട് TVs കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 599 പ്ലാനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 599 പ്ലാൻ എടുത്തിട്ട് 1.5 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ ഞാൻ മാറിയിട്ടേ ഇല്ല. ഞാൻ ശരിക്കും ഈ പിന്നെ ആദ്യം നമ്മുടെ 449 പ്ലാനൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മാറ്റിയാലോ. പിന്നെ നമുക്ക് ഈ 60 MB/s 30 MB/s പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ വർക്ക് ഫ്രം ഹോമും അതുപോലെ നമ്മുടെ അപ്ലോഡും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റാണ്ടിരുന്നത്. നമുക്ക് 599 പ്ലാൻ പറയുമ്പോൾ വിത്ത് GST നമുക്കൊരു 707 പ്ലാനാണ് വരിക. ആദ്യം എടുത്തപ്പോൾ നമുക്ക് 712 713 വരാറുണ്ട്. നമ്മുടെ ഒരു പെർസെൻറ്റേജ് സെസ് ഉണ്ടായിരുന്നല്ലോ വാട്ടർ ഫ്ലഡിൻ്റെ. അപ്പോൾ അതിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം തൊട്ട്. അപ്പോൾ അതില്ലാണ്ട് ഇപ്പോൾ 707 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ പ്രൈസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു 18% GST നോക്കിയാൽ മതി. ഇപ്പോൾ കുറേ പേര് എത്ര എമൗണ്ട് വരുന്നത് നോക്കുന്നത് 399 ആണെങ്കിൽ 399 18% നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ 399 പ്ലാൻ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു 470 അല്ല 440 450 സംതിങ് വരുന്നുണ്ട്. മറ്റേതാണെങ്കിലും ഇതുപോലെ തന്നെയാണ് 18% തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ബില്ല് വരുമ്പോൾ എത്ര സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് വാരി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 399 രൂപയുടെ നമ്മൾ പ്ലാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 399 രൂപയാണ്. 599 ആണെങ്കിൽ 599 നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഫിക്സഡ് റേറ്റ് അല്ല, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് ഫസ്റ്റ് ബില്ല് മാത്രമേ വരുള്ളൂ കേട്ടോ. കുറേ പേര് ചോദിച്ചു എല്ലാ ബില്ലും ഇത് വന്നുകൊണ്ടിരിക്കുമെന്ന്. അല്ല, ഫസ്റ്റ് ബില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും റീഫണ്ടബിൾ ആണ്. നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ റീഫണ്ടബിൾ ആണെന്നാണ് പറയുന്നതല്ല, ശരിക്കും റീഫണ്ടബിൾ ആണ്. പിന്നെ BSNL ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ഇപ്പോൾ പണ്ടത്തെ ഈ ലാൻഡ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തവർക്ക് കുറേ പേർക്ക് ഇപ്പോഴും ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരിക്കും എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് എനിക്കിപ്പോൾ ആണെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വന്നിട്ട് അന്ന് 777 ആയിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് എടുത്ത പ്ലാൻ 777 ആയിരുന്നു. അപ്പോൾ എൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 777 ആണ്. പക്ഷേ ഇപ്പം എൻ്റെ പ്ലാൻ 599 ആണ്. അപ്പോൾ അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഫസ്റ്റ് എടുക്കുന്ന പ്ലാൻ ഏതാണോ അതിൻ്റെ പ്ലാൻ എമൗണ്ടാണ് നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാക്സിമം ഒരു 599 പ്ലാൻ എടുക്കാൻ നോക്കുമായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാ യൂസും നടന്നു പോകും. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഹൈ യൂസേജ് വന്നാൽ തന്നെ പെട്ടെന്ന് ആൾക്കാർ കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ഹൈ യൂസേജ് ഇപ്പോൾ വീട്ടിലിപ്പോൾ സ്റ്റേ ആണെങ്കിൽ തന്നെ നമുക്ക് അത് എഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ ഈ സ്പീഡിനെ ബാൻഡ്വിഡ്ത്തിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു മിനിമം 60 MB/s ആയിട്ട് 50 MB/s നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള
ഇപ്പോൾ ജിയോനായാലും എയർടെലായാലും എല്ലാത്തിലായാലും നമുക്കൊരു 50 Mbps മുകളിലുള്ള പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചേഞ്ചിങ് കാര്യങ്ങളൊന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ BSNLൻ്റെയും ഫൈബറിൻ്റെയും ബ്രോഡ്ബാൻഡ് ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസിനും വീഡിയോയും അതുപോലെ ഓട്ടോമൊബൈൽസിൻ്റെയും വീട്ടിൽ ഉപയോഗിക്കുന്ന ആവശ്യകരമായ സാധനങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെയും പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. ലിങ്ക് ഉണ്ട്, പോയി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ഫോളോ ചെയ്യുക മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.